Hi students, welcome to X and Y Olympiads. So നമ്മുടെ IUQM ഫ്രീ ക്ലാസ് സീരീസിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് നമ്മൾ കോമ്പിനറ്റോറിക്സിന്റെ ഫസ്റ്റ് വീഡിയോ സെറ്റ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ അതിൽ നമ്മൾ സെറ്റ് എന്താണ്, സെറ്റിന്റെ കുറെ ഓപ്പറേഷൻസ്, അതുപോലെ ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ വെൻ ഡയഗ്രം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഒരു നെക്സ്റ്റ് പോർഷൻ ആയിട്ട് അല്ലെങ്കിൽ കോമ്പിനറ്റോറിക്സിന്റെ മേജർ പോർഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് എലമെന്റ്സ്, ഇത്ര എലമെന്റ്സ് നമുക്ക് തന്നിട്ട് അതിന് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, അതിൽ നമ്മൾ രണ്ട് പേരെടുക്കുമ്പോൾ എത്ര രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെ സിംപ്ലി നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഐസ്ക്രീം മേടിക്കാം. അപ്പൊ അവിടെ ഒരു 6 ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട്. അതിൽ നമുക്ക് 2 ആൾക്ക് മേടിക്കണം. അപ്പൊ നമുക്കും നമ്മുടെ ഒരു ഫ്രണ്ടിനും മേടിക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ രണ്ടുപേരും എങ്ങനെ മേടിക്കുക, എത്ര ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസ് നമുക്ക് അതിന് സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കോമ്പിനറ്റോറിക്സിന്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സോ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിൽ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട്. നമുക്ക് അതിലൂടെയൊക്കെ ഗോ ത്രൂ ചെയ്യാം. അതിന്റെ തിയറി പാർട്ട് എന്താണ്, അതുപോലെ നമുക്ക് അത് ബേസ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ IUQM സീരീസിൽ ഓൾറെഡി നമ്മൾ ഒരുപാട് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് എല്ലാം നമ്മുടെ എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ് ചാനലുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും മുന്നത്തെ പോർഷൻസ് കാണാത്തുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ എക്സാംസിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാ പോർഷനും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സ് ആൻഡ് വൈ ചാനലിൽ അവൈലബിൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോമ്പിനറ്റോറിക്സിലേക്ക് പോകാം. സോ ഇതിൽ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വെച്ചിട്ടാണ്. സോ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച്മെന്റ്സിന്റെ ഒരു സ്റ്റൈൽ, എങ്ങനെയാണ് അറേഞ്ച്മെന്റ്സ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇഫ് ആൻ ഇവന്റ് ക്യാൻ ഒക്കർ ഇൻ m ഡിഫറെന്റ് വേസ് ആൻഡ് അനദർ ഇവന്റ് ക്യാൻ ഒക്കർ ഇൻ n ഡിഫറെന്റ് വേസ്. അപ്പൊ എന്താ അതിന്റെ മീനിങ്? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് രണ്ട് കേസസ് ആണുള്ളത്. ഒന്ന് അഡിഷൻ പ്രിൻസിപ്പിളും മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിളും. അപ്പൊ അഡിഷൻ പ്രിൻസിപ്പിളിന്റെ ഒരു സിമ്പിൾ കേസ് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഷർട്ട് സെലക്ട് ചെയ്യണം. ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരു ഷർട്ട് എടുക്കണം. അപ്പൊ നമ്മൾ ടോട്ടൽ നമുക്ക് ഇവിടെ ഒരു 3 ഷർട്ട്സും 2 ടീ ഷർട്ട്സും ആണ് നമുക്കുള്ളത്. സോ 3 എന്താണ് ഷർട്ടും 2 ടീ ഷർട്ടും ആണുള്ളത് വിചാരിക്കുക. അപ്പൊ ഇതിലേതും നമുക്ക് ചൂസ് ചെയ്യാം ഒരു ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എത്ര രീതിയിൽ ഇവിടെ ചൂസ് ചെയ്യാം എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഈ 3 ഷർട്ടിൽ ഓരോ ഷർട്ടും നമുക്ക് ഇടാം. S1 S2 S3 നമുക്ക് യൂസ് ചെയ്യാം. S1 2 S3 യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ടീ ഷർട്ടിലുള്ള T1 വിച്ച് മീൻസ് നമുക്ക് ടോട്ടൽ 3+2 വേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ ഷർട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഷർട്ട് അല്ലെങ്കിൽ ടീ ഷർട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, 2 ഡിഫറെന്റ് ഇവന്റ്സ്. ആൻ ഇവന്റ് എ ക്യാൻ ഒക്കർ m ഡിഫറെന്റ് വേസ്, വിച്ച് മീൻസ് ഷർട്ട് ഇടുക എന്നുള്ളത് 3 ഡിഫറെന്റ് വേസിൽ ഒക്കർ ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ ഇവന്റ് ബി ക്യാൻ ഒക്കർ ഇൻ n ഡിഫറെന്റ് വേസ്, വിച്ച് മീൻസ് ടീ ഷർട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത് 2 രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഇഫ് ദേ ആർ ഹാപ്പനിങ് എക്സാക്ട്ലി വൺ ഓഫ് ദ ഇവന്റ്, നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ ബി എന്നുള്ള കേസാണ്. ഹാപ്പനിങ് എക്സാക്ട്ലി വൺ ഓഫ് ദ ഇവന്റ്, അതായത് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കേസ് മാത്രം എടുക്കും. നമ്മളൊരു ഷർട്ട് അതിന്റെ മേലെ ടീ ഷർട്ട് ഇട്ടിട്ട് പോകാൻ കഴിയില്ല അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ ഈ 2 ഇവന്റ്സിലും ഒരു ഇവന്റ് മാത്രമേ നടക്കുള്ളൂ അറ്റ് എ ടൈം. വിച്ച് മീൻസ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്രയായിരിക്കും, നമ്പർ ഓഫ് ഡിഫറെന്റ് വേസ് പോസിബിൾ വിൽ ബി m+n. 3+2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഷർട്ട് സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 5 വേസിൽ. ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അഡിഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ എന്താ മീനിങ്, 2 ഡിഫറെന്റ് ഇവന്റ്സ് ഉണ്ട്, പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഒരു സമയം നടക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ നേരെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് കേസ് എന്താണ്, നെക്സ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇഫ് സൈമൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് ബോത്ത് ഇവന്റ്സ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ ഇസ് m×n. അപ്പൊ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം, 3 ഷർട്ട് നമ്മളുടെ വാർഡ്രോബിലുണ്ട്. അതുപോലെ നമുക്ക് 2 പാൻസ് ഉണ്ട്. അപ്പൊ 3 ഷർട്ട് ആൻഡ് 2 പാൻസ് ആണുള്ളത്. അപ്പൊ ഒക്കെ ഡിഫറെന്റ് കളറാണെന്ന് ഇരിക്കുക. സോ ദിസ് ഇസ് S1 S2 S3 ആൻഡ് ദിസ് ഇസ് P1 ആൻഡ് P2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഷർട്ട് മാത്രമല്ല ഒരു പാൻസ് മാത്രം സെലക്ട് ചെയ്യല്ല ചെയ്യുക. എന്താണ്, നമുക്ക് രണ്ടിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണം. സോ ഷർട്ടിന്റെ സെറ്റിൽ നിന്ന് ഒരു ഷർട്ട് സെലക്ട് ചെയ്യണം, പാൻസിന്റെ സെറ്റിൽ നിന്ന് ഒരു പാൻസ് സെലക്ട് ചെയ്യണം. സോ ഷർട്ടിന്റെ സെറ്റിൽ നിന്ന് നമുക്ക് 3 ഡിഫറെന്റ് വേസിൽ സെലക്ട് ചെയ്യാൻ പറ്റും. യെസ്. ആൻഡ് അതുപോലെ നമ്മുടെ പാൻസിന്റെ സെറ്റിൽ നിന്ന് 2 ഡിഫറെന്റ് വേസിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എത്ര കോമ്പിനേഷൻസ് അല്ലെങ്കിൽ എത്ര ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ഡ്രസ് ചെയ്ത് പോകാൻ പറ്റും? ഇറ്റ് വിൽ ബി 3×2, 3×2. എങ്ങനെയാണ് 3×2? ദാറ്റ് ഇസ് 6 കേസസ്. എങ്ങനെയാണ് ഇവിടെ വരുന്നത്? വൺ ഇസ്, ഞാൻ ലെഫ്റ്റ് എൻഡിൽ എഴുതുന്നത് ശ്രദ്ധിക്കുക. വൺ ഇസ് S1ന്റെ കൂടെ P1 സെലക്ട് ചെയ്യാം, S1ന്റെ കൂടെ P2 സെലക്ട് ചെയ്യാം. ഇത് രണ്ട് ഡിഫറെന്റ് കേസുകളാണ് അല്ലേ. അതുപോലെ S2ന്റെ കൂടെ P1 സെലക്ട് ചെയ്യാം, S2ന്റെ കൂടെ P2 സെലക്ട് ചെയ്യാം. S3യുടെ കൂടെ P1 സെലക്ട് ചെയ്യാം, S3യുടെ കൂടെ P2 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നമുക്ക് ഇവിടെ ഒരേ 2 ഇവന്റുകൾ, 2 കാര്യങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഒന്നിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇത് എത്ര രീതിയിൽ നടക്കും? ഇത് രീതിയിൽ ടൈം എന്താണ് ടൈപ്പ് ആയിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് വൺ n ടൈപ്സ് നടക്കുന്നുണ്ടെങ്കിൽ m×n ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെന്റ് വേസ് എന്താണ് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കാനുള്ള പോസിബിലിറ്റി.
ഓക്കെ, സോ അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ആണ് 2 ഷർട്ടിന്റെ കേസും ഒരു ഷർട്ട് ആൻഡ് പാൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, നമ്മുടെ അഡിഷൻ പ്രിൻസിപ്പിൾ ആണ്. ഈ 2 ഇവന്റും ഒന്നിച്ച് ഒക്കർ ചെയ്യില്ല, ഇതിൽ ഒരാൾ മാത്രമേ ഒരു സമയം നടക്കുന്നുള്ളൂ. രണ്ടാമത്തെ കേസ് ഏതാണ്, നമ്മുടെ ഷർട്ട് ആൻഡ് പാൻസ്, വിച്ച് മീൻസ് ഈ 2 കേസസും ഒന്നിച്ച് നടക്കുന്നു. So ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മളുടെ 2 ഡിഫറെന്റ് ഇവന്റ്സിന്റെ കേസുകൾ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറേഞ്ച്മെന്റ്സ് എന്താണ്, പെർമ്യൂട്ടേഷൻ എന്താണ്, കോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ നമ്മുടെ പെർമ്യൂട്ടേഷൻ. സോ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ക്ലാസ്സിൽ 5 സ്റ്റുഡൻസ് ഉണ്ട്. 1 2 3 4 5. സ്റ്റുഡൻറ് 1, സ്റ്റുഡൻറ് 2, സ്റ്റുഡൻറ് 3, സ്റ്റുഡൻറ് 4, സ്റ്റുഡൻറ് 5. ഓക്കെ, 5 ഡിഫറെന്റ് കേസ്, 5 സ്റ്റുഡൻസ് ഉണ്ട്, 5 ഡിഫറെന്റ് ആൾക്കാർ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്യാപ്റ്റനെയും ഒരു വൈസ് ക്യാപ്റ്റനെയും സെലക്ട് ചെയ്യണം. വിച്ച് മീൻസ് നമുക്ക് 2 പൊസിഷൻസിലേക്കാണ് ആൾക്കാരെ ഫില്ലിൻ ചെയ്യാനുള്ളത്. നമുക്കൊരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പൊസിഷൻ വേണം, ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പൊസിഷൻ വേണം. അപ്പം നമുക്ക് എത്ര ടൈപ്സ് ഓഫ് കോമ്പിനേഷൻ, അല്ലെ ഇവിടെ എത്ര രീതിയിൽ, എത്ര ഡിഫറെന്റ് വേസിൽ നമുക്ക് ഇവിടെ പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ നമ്മൾ ബേസിക്കലി സിമ്പിൾ ആയിട്ട് 5 പേരേ ഉള്ളൂ, 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് വേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്ന് നമ്മൾ S1നെ ക്യാപ്റ്റനായിട്ട് എടുത്താൽ, നമ്മുടെ ഈ ഒരു പൊസിഷനിൽ S2 വരാം, S3 വരാം, S4 വരാം, S5 വരാം. അതായത് S1 ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് 4 ഡിഫറെന്റ് വേസ് ഓൾറെഡി വരുന്നുണ്ട്. യെസ്, അതുപോലെ ഇനി S2 ആണ് നമ്മൾ ക്യാപ്റ്റനായിട്ട് എടുക്കുന്നെങ്കിൽ വീണ്ടും നമുക്ക് 4 ഡിഫറെന്റ് വേസ്. അതുപോലെ S3 ആണ് ക്യാപ്റ്റനെങ്കിൽ 4 ഡിഫറെന്റ് വേസ് വരാം, S4 ആണ് ക്യാപ്റ്റനെങ്കിൽ 4 ഡിഫറെന്റ് വേസ് വരാം, S5 ആണെങ്കിൽ 4 ഡിഫറെന്റ് കേസസ് വരാം. വിച്ച് മീൻസ് നമ്മൾ ഇവിടെ പൊസിഷൻസ് ഫില്ലിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് 5 ഡിഫറെന്റ് വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ ഫില്ലിൻ ചെയ്യാൻ പറ്റും. ഈ 5 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ക്യാപ്റ്റൻ ആയിട്ട് വെച്ചാൽ മതി. ഇനി നമ്മൾ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് എത്ര ഡിഫറെന്റ് വേസിൽ പറ്റും, നമ്മൾ ഒരാളെ എടുത്ത് ക്യാപ്റ്റൻ ആയിട്ട് വെച്ചു അല്ലേ. ഇനി നമുക്ക് ബാക്കി 4 പേരാളാണ്, അത് ആരാ നമുക്കറിയില്ല, നമ്മൾ ഒരാളെ റാൻഡംലി എടുത്ത് ക്യാപ്റ്റൻ ആയിട്ട് വെച്ചു, 5 ഡിഫറെന്റ് വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് 4 പേരാ ബാക്കിയുള്ളത്, ആ 4 പേരിൽ നിന്ന് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യണം. അതായത് 4 ഡിഫറെന്റ് വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് വിൽ ബി 4 into 20 ഡിഫറെന്റ് വേസിൽ നമുക്ക് ക്യാപ്റ്റൻ ആൻഡ് വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സെറ്റിനെ ഈ 5 എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഏതായിരിക്കും 20 ഡിഫറെന്റ് സെറ്റ്സ്, S1 S2 S1 S3 S1 S4 S1 S5. അപ്പൊ ഇവിടെ എന്ത് കഴിഞ്ഞു, S1 ക്യാപ്റ്റൻ ആയിട്ടുള്ള എല്ലാ ഡിഫറെന്റ് കേസും കഴിഞ്ഞു. അപ്പൊ S1 ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് 1 2 3 4 4 വേസ് പറ്റുന്നുണ്ട്. അപ്പൊ S1 ക്യാപ്റ്റൻ ആവുമ്പോൾ 4 പറ്റും, S2 ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് 4 പറ്റും, S3 ക്യാപ്റ്റൻ ആവുമ്പോൾ 4 4 4, ദാറ്റ് ഈസ് 5 into 4 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിഫറെന്റ് കേസസിനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്താ ബേസിക്കലി പെർമ്യൂട്ടേഷൻ, ഒരു n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഉണ്ട്, n ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് 6 നമ്പേഴ്സിനെ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ഇവിടെ 2 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്, അത് നമുക്ക് ഓർഡറിൽ സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ S1 S2 എന്ന് സെലക്ട് ചെയ്താലും S2 S1 എന്ന് സെലക്ട് ചെയ്താലും സെയിം അല്ല. കാരണം എന്താണ്, ഫസ്റ്റ് കേസിൽ S1 ക്യാപ്റ്റൻ ആണ്, സെക്കൻഡ് കേസിൽ S1 വൈസ് ക്യാപ്റ്റൻ ആണ്. അപ്പൊ 2 പേരെ റാൻഡംലി എടുത്താൽ മാത്രം പോരാ, അവരെടുത്ത് നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യും കൂടെ വേണം. സോ നമ്പർ ഓഫ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ആണ് എന്താ, ഒരു സെറ്റിൽ നിന്ന് നമ്മൾ n നമ്പേഴ്സ് ഓഫ് ആൾക്കാരിൽ നിന്ന് നമ്മൾ 6 ആൾക്കാരെ സെലക്ട് ചെയ്ത് ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പെർമ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് പെർമ്യൂട്ടേഷന്റെ ജനറൽ ഇക്വേഷൻ നോക്കാം. സോ ലെറ്റ്സ് സേ നമുക്ക് n നമ്പർ ഓഫ് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ n എലമെന്റ്സ് ഉണ്ട്, ടോട്ടൽ n എലമെന്റ്സ് ഉണ്ട്. നമുക്ക് 6 പൊസിഷൻസ് ഫില്ല് ചെയ്യണം. അപ്പൊ ഇവിടെ r ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ലെ. കാരണം നമ്മൾ എന്താണ്, 5 പേരിൽ നിന്ന് നമുക്ക് 6 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല, മാക്സിമം 5 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ എന്നേക്കാളും ചെറിയൊരു വാല്യൂ ആണ്. ഇവിടെ n നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ നമുക്ക് 6 പൊസിഷൻസ് ഫില്ല് ചെയ്യാനുണ്ട്. സോ 6 ഡിഫറെന്റ് വേസിൽ n നമ്പർ ഓഫ് സെറ്റിൽ നിന്ന് 6 ഡിഫറെന്റ് 6 നമ്പേഴ്സ് ഉള്ള സെറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, ഓർഡേർഡ് ആയിട്ടുള്ള സെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് n ഫോർമാറ്റിൽ ഫില്ലിൻ ചെയ്യാൻ പറ്റും അല്ലെ, n രീതിയിൽ നമുക്ക് ഫില്ലിൻ ചെയ്യാം. R എന്ന് പറയുന്നത് വലിയൊരു സെറ്റാണ്, അതായത് എന്നേക്കാളും ചെറുതാണ്, പക്ഷെ നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് രണ്ടാമത്തെ പൊസിഷനിൽ നമുക്ക് എത്ര രീതിയിൽ ഫില്ലിൻ ചെയ്യാൻ പറ്റും, കാരണം n ആൾക്കാരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തു, ഇനി അവിടെ n-1 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. n-1 എലമെന്റ്സിൽ നിന്ന് നമുക്ക് n-1 രീതിയിൽ എടുക്കാൻ പറ്റും. ഇനി അടുത്ത മൂന്നാമത്തെ പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ n-2 ആയിരിക്കും. അതുപോലെ ഇത് എത്ര വരെ പോകുന്നുണ്ടായിരിക്കും, ഇവിടെ ടോട്ടലി 6 പൊസിഷൻസ് ആണുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് n, അതായത് n-0. സോ ലാസ്റ്റ് വൺ വിൽ ബി n-r+1. അതായത്
first position is n minus 0, second position is n minus 1, third position is n minus 2, fifth position will be n minus 4. But 10th position will be n minus 9. So rth position will be n minus r plus 1. Okay, n minus r plus 1. So ഇവിടെ നമുക്ക് n minus r plus 1. So n minus r plus 1 ആയിരിക്കും ലാസ്റ്റ് നമ്മൾ ഫിൽ ഇൻ ചെയ്യേണ്ടത്. സോ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് അല്ലെങ്കിൽ ടോട്ടൽ ഡിഫറെൻറ്റ് വേസ് ഈസ് ഈക്വൽ ടു ഇതിനെയാണ് നമ്മൾ എൻ പി ആർ എന്ന് പറഞ്ഞത്. അതായത് n നമ്പർ ഓഫ് എലമെന്റ്സിൽ നിന്ന് r നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ എത്ര ടൈപ്സ് നമുക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു അപ് ടു n മൈനസ് r പ്ലസ് 1. n minus r plus 1. Yes, n minus r plus 1. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് സിംപ്ലി നമ്മൾ ഫാക്ടോറിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വിച്ച് മീൻസ് എന്താണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 4 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നമുക്ക് n മുതൽ താഴേക്കുള്ള നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ നമ്പേഴ്സ് ഇല്ല, 1 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെ n ഫാക്ടോറിയൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, നമുക്ക് ഇവിടെ മേലെയും താഴെയും സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ്, let's move to next page. So നമ്മളുടെ NPR is equal to n into n minus 1 into n minus 2 into up to n minus r plus 1 divided by ഇതിന്റെ തൊട്ട് താഴെ നമ്പർ ഏതായിരിക്കും? n minus r plus 1 ന്റെ തൊട്ട് താഴെ നമ്പർ ഏതാണ്? 1 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് n minus r. n minus r into n minus r minus 1, n minus r minus 2 അങ്ങനെ പോയി നമുക്ക് into 1 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇത്രയും നമ്പേഴ്സ് ഇവിടെ ആഡ് ചെയ്തു, 1 മുതൽ n minus r വരെയുള്ള. അപ്പോൾ അത്രയും നമ്പേഴ്സ് നമ്മൾ താഴെയും ആഡ് ചെയ്യുന്നു, 1 into 2 into up to n minus r. സോ ഇത്രയും സെറ്റ് നമ്മൾ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇത് ഈസിലി നമുക്ക് ഒരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനാണ്. ദാറ്റ് ഈസ് ഓക്കെ, ദിസ് വിൽ ബിക്കം, മേലെ നമ്മൾ നോക്കിയാൽ 1 2 3 up to n ടേംസ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് മേലെ ഉള്ളത് n ഫാക്ടോറിയൽ ആണ്, ഡിവൈഡഡ് ബൈ താഴെ എന്താണുള്ളത്? 1 മുതൽ n മൈനസ് r വരെയുള്ള ടേംസ് ആണ്. ദാറ്റ് മീൻസ് n മൈനസ് r ഫാക്ടോറിയൽ. സോ NPR is equal to n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത സെറ്റ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ 5 ഡിഫറെൻറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് എന്ത് വേണം? 2 പേരെ അതിന്ന് ഓർഡേർഡ് ആയിട്ട് സെലക്ട് ചെയ്യണം. അതായത് ഓർഡർ ഉണ്ട്, ഫസ്റ്റ് പൊസിഷൻ ആരാണ്, സെക്കൻഡ് പൊസിഷൻ ആരാണെന്നുള്ള ഓർഡേർഡ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം. സോ 5 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യാം, മീൻസ് 5p2 ഓർഡേർഡ് പെയർ ആയിട്ട് സെലക്ട് ചെയ്യണം. 5p2, അതായത് n is 5, r is 2. സോ 5p2 will be n factorial by n minus r factorial. That is 5 factorial divided by n minus r factorial. That is 5 minus 2 factorial. That is equal to 5 factorial എന്ന് പറഞ്ഞാൽ 5 into 4 into 3 into 2 into 1. 5 minus 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. That is 3 factorial. 3 factorial is 3 into 2 into 1. അപ്പോൾ നമുക്ക് ഇവിടെ 3 into 2 into 1 മേലെയും താഴെയും കട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം 5 into 4. ദാറ്റ് ഈസ് 20 ഡിഫറെൻറ്റ് വേസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. സോ ഇതാണ് നമ്മളുടെ പെർമ്യൂട്ടേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. സോ പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കിയാൽ NPR denotes the number of permutations of n different things taken r at a time. So n number of സെറ്റിൽ നിന്ന് r നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാണ്, ആൻഡ് എന്താണ് പെർമ്യൂട്ടേഷൻസ് ആണ്, ഓർഡേർഡ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? NPR is equal to n into n minus 1 into n minus 2 into up to n minus r plus 1 നമ്മളിപ്പോൾ പറഞ്ഞു. ആൻഡ് ഇൻറ്റു n minus r, ഇതിൻ്റെ താഴേക്കുള്ള ടേംസ് ഒക്കെ താഴെയും മേലെയും മൾട്ടിപ്ലൈ ചെയ്താൽ this will become n factorial and താഴെയുള്ള ഭാഗം n minus r factorial ആയിട്ട് മാറുന്നു. ഇനി ഇവിടെ നമുക്ക് 2-3 കണ്ടീഷൻസ് തന്നിട്ട് n belongs to natural numbers. എന്താ മീനിങ്? n എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. നമുക്ക് 5.2 നമ്പേഴ്സിന് എടുക്കാൻ പറ്റില്ല, എന്താണ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതുപോലെ 0 എടുക്കാൻ പറ്റില്ല, 0 തിങ്സിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല, മിനിമം ഒരാളെങ്കിലും വേണം അല്ലേ. ആൻഡ് r belongs to whole numbers. r എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ അല്ല, ഹോൾ നമ്പർ ആണ്, വിച്ച് മീൻസ് r എന്തായിട്ട് മാറാം? rന് 0 ആവാം. അതായത് നമ്മൾ 5 പേരിൽ നിന്ന് 5 ആൾക്കാരുണ്ട്, 5 ആൾക്കാരിൽ നിന്ന് ആരെയും സെലക്ട് ചെയ്യുന്നില്ല. അത് എത്ര രീതിയിൽ നടക്കും? ഒരു രീതിയിലല്ല, വിച്ച് മീൻസ് ആരെയും സെലക്ട് ചെയ്യാത്ത ഒരു കേസ് എന്നുള്ളതാണ് നമ്മൾ 0 എന്നുള്ള കേസ് പറയുന്നത്. ഇനി 5 പേരിൽ നിന്ന് നമ്മൾ 5 പേരെ നമുക്ക് സെലക്ട് ചെയ്യണം ഓർഡേർഡ് ആയിട്ട്. സോ അതിന്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം? താഴെ സോൾവ് ചെയ്യാം. ആൻഡ് NPR is equal to n factorial
by n minus r factorial. So also represented by ANR. എന്താ അതിന്റെ മീനിങ്? n ആൾക്കാരിൽ നിന്ന് r നമ്പർ ഓഫ് r ഡിഫറെന്റ് തിങ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സോറി r തിങ്സിനെ സെലക്ട് ചെയ്യുന്ന എത്ര ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണെന്നുള്ളത്. അതുപോലെ പെർമ്യൂട്ടേഷൻ ഓഫ് NR, P ഓഫ് NR എന്ന് പറഞ്ഞാലും NPR എന്ന് പറഞ്ഞാലും സെയിം ടേം ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കാം. ഒന്ന് NPN. NPN എന്ന് പറഞ്ഞാൽ എന്താണ്? n സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതായത് 5 സ്റ്റുഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ നിങ്ങൾക്ക് 5 പേരെ സെലക്ട് ചെയ്യണം. പക്ഷേ ഓർഡറും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 സ്റ്റുഡൻസിന് നമ്മളൊരു സ്കൂളിൽ ക്ലാസ്സിൽ നമ്മൾ ബെഞ്ചിൽ ഇരുത്താണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇരിക്കുന്ന ആര്, സെക്കൻഡ് ഇരിക്കുന്ന ആരൊക്കെ പൊസിഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് S1നെ ഫസ്റ്റ് ഇരുത്താം, S2നെ ഫസ്റ്റ് ഇരുത്താം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 5 പേരിൽ നിന്ന് 5 പേരെയും നമ്മൾ എങ്ങനെ പെർമ്യൂട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് NPN, അല്ലെ 5P5. ദാറ്റ് ഈസ് NPN വിൽ ബി n factorial by n minus r factorial. നമ്മൾ തൊട്ട് മുന്നേ ഇക്വേഷൻ പഠിച്ചു, n factorial by n minus r factorial, that is equal to n factorial by n minus n factorial. അതായത് r എന്ന് പറയുന്നത് ഇവിടെ n ആണ്. So this will be n factorial divided by n minus n factorial എന്ന് പറഞ്ഞാൽ എന്താണ്? n minus n is 0 factorial. This will be n factorial. 0 factorial എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മൾ ഫാക്ടോറിയലിന്റെ ടേംസ് ഒക്കെ നിങ്ങൾ നമ്പർ തിയറിയിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫാക്ടോറിയൽ നമ്മൾ പഠിക്കുന്നത് 0 factorial is 1, 1 factorial is 1, 2 factorial is 2, 3 factorial is 6, and 4 factorial is 24, 5 factorial 120, at least 6 factorial 720, 7 factorial 5040. ഇത്രയെങ്കിലും വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സോ NPN is n factorial. ഇനി നമുക്ക് അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരെ നോക്കാം, NP1. So NPN is n factorial നമുക്കൊരു അഡീഷണൽ പോയിന്റും കൂടെ പറയാനുണ്ട്. നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യാണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ 5 പേരെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് S1, S2, S3, S4, S5. നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ബെഞ്ചിന്റെ ഫസ്റ്റ് പൊസിഷനിൽ 5 രീതിയിൽ ആൾക്കാർ ഇരുത്താൻ പറ്റും, അല്ലേ? അതായത് ആരെങ്കിലും ഒരാളെ സെലക്ട് 5 രീതിയിൽ ഇരുത്താം. രണ്ടാമത്തെ പൊസിഷനിൽ നമുക്ക് 4 രീതിയിൽ ഇരുത്താം, കാരണം നമ്മൾ ഇന്ന് റാൻഡം ആയിട്ട് ആരെയോ സെലക്ട് ചെയ്തു. അപ്പോൾ ബാക്കി 4 പേരാണുള്ളത്. സോ ദിസ് വിൽ ബി 4 ആൻഡ് ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 2 ആൻഡ് ദിസ് വിൽ ബി 1. അപ്പോൾ 1 into 2 into 3 into 4 into 5 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ആണ്. 5 ഫാക്ടോറിയൽ is 2 into 3 6, 6 into 4 24, that is 120 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഒരു ബെഞ്ചിൽ 5 പേരെ അറേഞ്ച് ചെയ്യാം. സോ ദാറ്റ് അവരുടെ പൊസിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ 120 പെർമ്യൂട്ടേഷൻസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ NPN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് n ഫാക്ടോറിയൽ. 5P5 is equal to this is 5P5 is equal to 5 factorial ആണ് ഇവിടെ. Okay, let's move to next one. Next one is NP1. So NP1 എന്ന് പറയുന്നത് okay, that is n factorial by n minus r factorial, n minus 1 factorial, n factorial by n minus 1 factorial, that is equal to n factorial by n minus 1 factorial എന്ന് പറഞ്ഞാൽ എന്താണ്? This is n factorial എന്ന് പറഞ്ഞാൽ n minus 1, n minus 2, n minus 3 അങ്ങനെ up to 3, 2, 1. ഇതാണ് n factorial. n minus 1 factorial എന്ന് പറഞ്ഞാൽ എന്താണ്? n minus 1, n minus 2, n minus 3 താഴേക്കുള്ള നമ്പേഴ്സ് അല്ലേ, 3, 2, 1, which means 5 factorial by 4 factorial എന്ന് പറയുന്ന പോലെയാണ്. സോ ഇവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാൻ പറ്റും? n minus 1 മുതലുള്ള എല്ലാ ടേംസും കട്ട് ചെയ്യാം. This will be n. So NP1 is equal to n. എന്താണ് അതിന്റെ മീനിങ്? സോ ലെറ്റ്സ് സേ 5 പേരുണ്ട്, അതിൽ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യുന്നത്? ഇനി ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത്, 5P1. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 പേരിൽ നിന്ന് ഒരാളെ ക്ലാസ് ലീഡർ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. വിച്ച് മീൻസ് നമുക്ക് S1നെ സെലക്ട് ചെയ്യാം, 2, 3, 4 എല്ലാവരെയും ഒരു രീതിയിലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. വിച്ച് മീൻസ് 5 ഡിഫറെൻറ്റ് വേസിലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ 5P1 will be 5 factorial by 5 minus 1 factorial, that is equal to 5 factorial by 4 factorial, that is 5. 5 factorial by 4 factorial എന്ന് പറഞ്ഞാൽ 5 factorial is 5 into 4 factorial. So 4 factorial രണ്ടും കട്ട് ചെയ്താൽ this will be 5. 5 ഡിഫറെൻറ്റ് വേസിലാണ് നമുക്കിവിടെ ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. 1, 2, 3, 4, 5. This NP1. ഇനി നമുക്കുള്ള ഒരു അഡീഷണൽ കേസസ് NP0. NP0 എന്ന് പറഞ്ഞാൽ എന്താണ്? This will be NP0 is n factorial by n minus 0 factorial, അല്ലെ, NPR. So n factorial by n minus r factorial, that is equal to n factorial by n factorial, n factorial by n factorial, that is 1. അതായത് 5 പേരിൽ നിന്ന് നമ്മൾ ആരെയും സെലക്ട് ചെയ്യുന്നില്ല,
0 പൊസിഷനിലേക്കാണ് സെലക്ട് ചെയ്യുന്നത്. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ആകെ ഒരു കേസ് ആണല്ലോ. എന്താണ്? ആരെയും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല എന്നൊരു കേസ് ആണ് ഇവിടെ വരുന്നത്. സോ n factorial by n factorial is 1. സോ np0 ഏത് നമ്പറിന്റെ p0 എടുത്താലും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1. ഇനി ഏത് നമ്പറിന്റെ npn എടുത്താലും ഇപ്പൊ 10p10 അല്ലെങ്കിൽ 100p100 എടുത്താൽ നമുക്ക് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 100 ഫാക്ടോറിയൽ. അതുപോലെ ഏതൊരു നമ്പറിന്റെ np1 ഇപ്പൊ നമ്മൾ എന്താണ് ഒരു 21p1 ആൾക്കാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക. ഇറ്റ് വിൽ ബി 21. this n ആയിരിക്കും. this will be 21. So ഇതാണ് നമ്മുടെ പെർമ്യൂട്ടേഷൻസിന്റെ ബേസിക്സ്. ആൻഡ് യെസ്, നമുക്ക് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കോമ്പിനേഷൻസ് നോക്കാം. സോ എന്താണ് കോമ്പിനേഷൻ? നമ്മൾ എന്ത് ചെയ്യാണ്? നേരത്തെ സെയിം കേസ് എടുക്കുകയാണ്. നമുക്ക് വീണ്ടും 5 സ്റ്റുഡൻസ് ഉണ്ട്. ദാറ്റ് ഈസ് S1, S2, S3, S4, S5. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ബാഡ്മിന്റൺ ഡബിൾസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് 2 ആൾക്കാർ ഒരു ടീം സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും സെലക്ട് ചെയ്യണമായിരുന്നു. വിച്ച് മീൻസ് എന്താണ്? ഓർഡേർഡ് പെയറാണ്. S1, S2 എന്നെടുത്താലും S2, S1 എന്നെടുത്താലും ഡിഫറെൻറ്റ് കേസുകളാണ് അല്ലെ, ഡിഫറെൻറ്റ് വേസ് ആണ്. കാരണം ഒരു കേസിൽ S1 ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, അടുത്ത കേസിൽ S2 ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സെറ്റിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ടീം എന്താണ് ബാഡ്മിന്റൺ ഡബിൾസ് കളിക്കാൻ 2 പേരുടെ ഒരു ടീം നമുക്ക് വേണം. സോ ഇതിൽ നിന്ന് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ S1, S2 എന്ന് സെലക്ട് ചെയ്താലും ഇവർ ബാഡ്മിന്റൺ കളിക്കാൻ 2 പേരുടെ ഒരു ടീം ആയിട്ടുണ്ട്. ആൻഡ് S2, S1 എന്ന് സെലക്ട് ചെയ്താലും രണ്ടും സെയിം ആണ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണല്ലോ. അതായത് നമ്മൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സെറ്റിന് സെറ്റിന് എന്തില്ല ഇവിടെ അറേഞ്ച്മെന്റ് വേണമെന്നില്ല, ഓർഡേർഡ് അല്ല. നമ്മൾ റാൻഡംലി S1, S2 എടുത്താലും S2, S1 എടുത്താലും ഇറ്റ് ഇസ് എ ടീം. അതായത് നമ്മൾ സെറ്റ്സ് പറയുന്ന പോലെ ഇപ്പം നമ്മളൊരു സെറ്റ് പറയാം. അപ്പോൾ സെറ്റ് എ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത പോലെ സെറ്റ് 1, 2 എന്ന് പറഞ്ഞാലും സെറ്റ് ബി, സെറ്റ് 2, 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. ഇതിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കേസ് പറഞ്ഞത്? ബാഡ്മിന്റണിന് ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്ന കേസ് പറഞ്ഞത്. സോ ടീമിനെ സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ ക്യാപ്റ്റനെ സെപ്പറേറ്റ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർമ്യൂട്ടേഷൻ ആയിട്ട് മാറും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുന്നില്ല, 2 പേരുടെ ഒരു ടീം മാത്രമാണ് എടുക്കുന്നത്. സോ 2 പേരുടെ ടീം മാത്രം എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര രീതിയിൽ ഇവിടെ എടുക്കാൻ പറ്റും? S1, S2, S1, S3, S1, S4, S1, S5. അപ്പോൾ നമ്മൾ S1ന്റെ 4 കേസസ് ഇവിടെ എടുത്തു. ഇനി S1ന് ഒരു കേസും പറ്റില്ല. കാരണം എന്താണ്? S1 വെച്ചിട്ടുള്ള എല്ലാ ടീമും ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് S2 വെച്ചിട്ട് നോക്കുമ്പോൾ S2, S3, S2, S1 എടുക്കാൻ കഴിയില്ല, നമ്മൾ ഓൾറെഡി ടീം എടുത്തു. S2, S4, S2, S5. ഇനി നമ്മൾ S3നെ എടുക്കുകയാണെങ്കിൽ S3 1 ഉം 2 ആയിട്ടുള്ള ടീംസ് ഒക്കെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. S3, S4, S3, S5 ഇത്രേ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്താണ്? S4, S5 എന്നുള്ള കേസുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടലി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 കേസസ് ആണ് നമുക്കിവിടെ ഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 5p2 പെർമ്യൂട്ടേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് 5p2 ചെയ്യുന്ന സമയത്ത് 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 2 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 4 into 5 20 ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആയിരുന്നു 2 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിൽ. പക്ഷേ കോമ്പിനേഷൻസ് ഇവിടെ വരുന്ന സമയത്ത് 10 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉള്ളൂ. അപ്പോൾ ഇത് ഹാഫ് ആണോ എന്നുള്ളതല്ല, എന്താണ് 10 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസേ പോസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോമ്പിനേഷൻസ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു NCR ആണ്. അതായത് നമ്മൾ റാൻഡം ആയിട്ട് 2 പേരെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ n നമ്പർ ഓഫ് എലമെന്റ്സിൽ നിന്ന് r നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത സെറ്റിനെ നമുക്ക് r ഫാക്ടോറിയൽ രീതിയിൽ എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? ദാറ്റ് മീൻസ് നമ്മളിവിടെ 2 പേരെ സെലക്ട് ചെയ്യും. S1, S2 എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് സെലക്ട് ചെയ്താൽ അതിന് S1, S2 എന്ന് എഴുതാം, S2, S1 എന്ന് എഴുതാം. ദിസ് മീൻസ് ഇതാണ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. സോ NCR എന്ന് പറയുന്നത് NCR എന്ന് പറയുന്നത് NPR ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് നമ്മൾ നേരെ തിരിച്ചാണ് എഴുതുന്നത് വിചാരിക്കാം. NCR into R ഫാക്ടോറിയൽ ആണ് NPR. എന്താണ് ഇതിന്റെ മീനിങ്? NCR എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് എലമെന്റ്സിൽ നിന്ന് ടേക്കൺ R അറ്റ് എ ടൈം, R നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് കോമ്പിനേഷൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്, ടീമുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ടീമുകളെ നമുക്ക് ഉള്ളിൽ വീണ്ടും അറേഞ്ച് ചെയ്യാം. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? R ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. കാരണം നമ്മൾ ഒരു R എലമെന്റ്സ് ഇവിടെ എടുത്തു, അപ്പോൾ ഇവിടെ നമുക്ക് R രീതിയിൽ ഒരാളെ വെക്കാം. R-1, R-2 അങ്ങനെ 1. ദാറ്റ് മീൻസ് R ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 ആൾക്കാരെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? NPN എന്നുള്ള കേസ് പറഞ്ഞത്. അതായത് നമ്മൾ n ആൾക്കാരുണ്ട്, n ആൾക്കാരെ നമ്മൾ വീണ്ടും അറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് n ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു. n ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു.
ദാറ്റ് മീൻസ് NCR എന്ന് പറഞ്ഞാൽ n എലമെന്റ്സിൽ നിന്ന് R ടേക്കൺ അറ്റ് എ ടൈം. അതൊക്കെ ഓരോ ടീമുകളായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അതിന്റെ ഉള്ളിൽ എത്ര അറേഞ്ച്മെന്റ് പറ്റും? R ഫാക്ടോറിയൽ അറേഞ്ച്മെന്റ് പറ്റും. ദാറ്റ് മീൻസ് NCR ഇൻറ്റു R ഫാക്ടോറിയൽ ആണ് NPR. അപ്പൊ നമ്മളുടെ NCR എന്തായിരിക്കും? NCR വിൽ ബി NPR by R factor. Okay, so നമുക്ക് അതിന്റെ ഇക്വേഷൻ നോക്കാം. So each of the groups of or selection that can be made by taking some or all of the things without considering the order. So simple ആയിട്ട് പറഞ്ഞാൽ 10 പേരിൽ നിന്ന് 3 പേരുടെ ടീംസിനെ എടുക്കുന്നു. അപ്പോൾ 1 2 3 എടുത്താലും 3 2 1 എടുത്താലും 2 3 1 എടുത്താലും ഒക്കെ എല്ലാ ടീമും എന്താണ്? സിമിലർ ആണ്. സോ ഓർഡർ കൺസിഡർ ചെയ്യാതെ എടുക്കുന്ന സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ആയിട്ടുള്ള സെറ്റ് ആണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം ഒരു ടീമിനെ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും പല അറേഞ്ച്മെന്റ്സ് പറ്റും. അപ്പോൾ കോമ്പിനേഷൻസ് എത്രയാണോ അതിനേക്കാളും കൂടുതലാണ് പെർമ്യൂട്ടേഷൻ. സോ കോമ്പിനേഷൻസ് ഇൻറ്റു R ഫാക്ടോറിയൽ ആണ്. യെസ്, നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഇൻറ്റു R ഫാക്ടോറിയൽ ആണ് പെർമ്യൂട്ടേഷൻസ്. സോ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എന്താണ്? NPR by R ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് NCR is equal to NPR by R ഫാക്ടോറിയൽ. അപ്പൊ NPR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾറെഡി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് R ഫാക്ടോറിയൽ ആണ് NPR ഇൻറ്റു 1 by R ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ ആയിരിക്കും നമ്പർ ഓഫ് കോമ്പിനേഷൻസ്. n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് തൊട്ട് മുന്നത്തെ കേസിൽ ഇത് പോസിബിൾ ആണോ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. സോ നമുക്ക് 5 പേരുടെ കേസസ് ഉണ്ട്. 5 പേരിൽ നിന്ന് നമുക്ക് എന്ത് വേണം? 2 പേരുടെ ടീമിനെ സെലക്ട് ചെയ്യണം. 2 പേരുടെ ടീമിനെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് NCR is equal to 5C2 ആണ്. 5C2. സോ 5C2 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ബൈ 2 factorial into 5 minus 2 factorial. That is equal to 5 factorial by 2 factorial into 3 factorial. Yes. Next page like add ചെയ്യാം. 5C2 is equal to 5 factorial by 2 factorial into 3 factorial. That is 5, 4, 3, 2, 1 divided by 2 into 1. അതാണ് 2 factorial. 3 into 2 into 1 ആണ് 3 factorial. സോ നമുക്ക് ഇവിടെ എന്ത് കട്ട് ചെയ്യാം? 3 to 1 3 to 1 കട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം 2. സോ ഫൈനലി 5 in that is 10 ഡിഫറെൻറ്റ് കേസസ് ആണ് നമുക്ക് വരുന്നത്. 10 ഡിഫറെൻറ്റ് കേസസ് ആണ് നമ്മുടെ കോമ്പിനേഷൻ എന്നുള്ള കേസസിൽ വരുന്നത്. സോ യെസ്, നമ്മൾ എന്താണ് 10 ഡിഫറെൻറ്റ് കേസസ് ആണ് കോമ്പിനേഷൻസ് ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ പെർമ്യൂട്ടേഷൻ്റെയും കോമ്പിനേഷൻ്റെയും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. സോ ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമുക്ക് നെക്സ്റ്റ് കുറച്ച് ഡിഫറെൻറ്റ് കേസസും കൂടി ഉണ്ട്. എന്നിട്ട് കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. സോ NPR is equal to n factorial by n minus R factorial. ഇതൊരു വലിയ നമ്പർ ആയിരിക്കും കമ്പയർഡ് ടു NCR. NCR is equal to NPR by R factorial. That is n factorial by R factorial into n minus R factorial. So let's move to next portion. അതായത് നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സും കൂടി ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എടുത്ത കേസസിലൊക്കെ നമ്മൾ റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. ഇപ്പം നമ്മൾ 5 പേരിൽ നിന്ന് 2 ആൾക്കാരെ സെലക്ട് ചെയ്യാം. ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇൻ ഇഫ് റിപ്പീറ്റേഷൻ ഈസ് അലൗഡ്. റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിലുള്ള കേസസ് നമുക്ക് നോക്കാം. സോ റിപ്പീറ്റേഷൻ അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റിപ്പീറ്റേഷൻ അലൗഡ്? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 5 ഡിഫറെൻറ്റ് റൂംസ് ഉണ്ട്. സോ R1, R2, R3, R4, R5. ഓക്കെ, R1, R2, R3, R4, R5. അപ്പോൾ നിങ്ങൾ ഈ റൂംസ് മുഴുവൻ കളർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾക്ക് 30 ഡിഫറെൻറ്റ് കളേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ എന്താണ്? ഒരു പെയിൻറ്റ് ഷോപ്പിൽ പോകുമ്പോൾ 30 ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. 30 ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഓരോ റൂമും കളർ ചെയ്യണം. അപ്പോൾ നമുക്ക് സെയിം കളർ ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂമിനെ നമുക്ക് 30 രീതിയിൽ കളർ ചെയ്യാം, അല്ലേ? 30 രീതിയിൽ കളർ ചെയ്യാം. ഇനി നമ്മൾ 30 ആൾക്കാരിൽ നിന്ന് 5 ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന കേസാണ് വിചാരിക്കുക. അതിൽ നമ്മളിവിടെ 30 ആൾക്കാർ എടുത്താൽ പിന്നെ ഇവിടെ 29 ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണ് റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റൂമിനെ 30 ഡിഫറെൻറ്റ് വേസിൽ കളർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് റൂമിനെ 30 ഡിഫറെൻറ്റ് കേസിൽ കളർ ചെയ്യാൻ പറ്റും. തേർഡിനെയും 30 പറ്റും. ഫോർത്തും. സോ ടോട്ടൽ ഇവിടെ 30 raised to 5 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് നമുക്ക് പറ്റുന്നതാണ്.
ഓരോ റൂമും നമ്മൾ കളർ ചെയ്യുക. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? n ഡിഫറെന്റ് സെറ്റിൽ നിന്ന് r ഒബ്ജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യാണ്. റിപ്പീറ്റേഷൻ അലൗഡ് ആണ്, അതായത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. വിച്ച് മീൻസ് n റേസ് ടു r ഡിഫറെന്റ് വേസ് അവിടെ പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ r at a time when repetition is allowed any number of times is n raised to r. സോ ഇതാണ് നമ്മുടെ ഒരു അഡീഷണൽ കേസ്, റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള കേസ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് n ഡിഫറെന്റ് തിങ്സ് ടേക്കൺ r at a time. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പെർമ്യൂട്ടേഷന്റെ സെയിം കേസ് ആണ്, പക്ഷേ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. വെൻ p പർട്ടിക്കുലർ തിങ്സ് ആർ ഓൾവേസ് ടു ബി ഇൻക്ലൂഡഡ്. അപ്പൊ നമ്മൾ നമ്മുടെ ക്രിക്കറ്റ് ടീം സെലക്ട് ചെയ്യാൻ ചെയ്യുക, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ട് ചെയ്യണം. അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 25 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് 11 പേരെ സെലക്ട് ചെയ്യണം ഒരു മാച്ച് കളിക്കാൻ വേണ്ടി. 1 2 3 4 5 6 7 8 9 10 11 11 പേരെ സെലക്ട് ചെയ്യണം. പക്ഷെ നമുക്കറിയാം നമ്മളുടെ എന്താണ് കുറച്ച് മുന്നേ നമ്മുടെ ക്യാപ്റ്റൻ കോഹ്ലി രോഹിത് ക്യാപ്റ്റനും കോഹ്ലി വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന സമയമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കോഹ്ലിനെയും രോഹിത്തിനെയും സെലക്ട് ചെയ്യണം, നിർബന്ധമായിട്ട് നമുക്ക് സെലക്ട് ചെയ്തിരിക്കും. കാരണം എന്താണ്? ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ ആണ്. വിച്ച് മീൻസ് 25 പേരിൽ ഓൾറെഡി 2 പേരെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. യെസ്, 2 പേരെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യുന്നു. വിച്ച് മീൻസ് വെൻ p പർട്ടിക്കുലർ എലമെന്റ്സ് ആർ ഓൾവേസ് ടു ബി ഇൻക്ലൂഡഡ്. നമ്മൾ ഈ 25-ൽ നിന്ന് 11 പേരെ സെലക്ട് ചെയ്യണം, പക്ഷേ 2 പേര് എന്തായാലും നമ്മൾ എല്ലാ കേസസിലും എടുക്കണം. വിച്ച് മീൻസ് നമ്മൾ 2 പേരെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, 2 പേരെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കുന്നു. ദെൻ നമുക്ക് എന്താണുള്ളത്? 25 മൈനസ് 2 ദാറ്റ് ഈസ് 23 ആൾക്കാരിൽ നിന്ന് 11 മൈനസ് 2 ദാറ്റ് ഈസ് 9 ആൾക്കാരെ സെലക്ട് ചെയ്ത. അതാണ് നമ്മളിവിടെ പറയുന്നത് n കേസസിൽ നിന്ന് n ഡിഫറെന്റ് കേസസിൽ നിന്ന് n ഡിഫറെന്റ് കേസസിൽ നിന്ന് r ഡിഫറെന്റ് കേസസ് നമ്മൾ എടുക്കുന്നു. പക്ഷെ n-ൽ നിന്ന് p ആൾക്കാരെ നമ്മൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അപ്പൊ നമ്മൾ ഫൈനലി എന്താണുള്ളത്? n മൈനസ് p ആൾക്കാരിൽ നിന്ന് r മൈനസ് p ആൾക്കാരെയാണ് സെലക്ട് ചെയ്തത്. r മൈനസ് p സെറ്റുകളാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ n മൈനസ് p c r മൈനസ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ്. എത്ര ടീമുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? വെൻ p തിങ്സ് ആർ ഓൾവേസ് ടു ബി ഇൻക്ലൂഡഡ്. p ആൾക്കാരെ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കുന്ന കേസസിൽ n മൈനസ് p c r മൈനസ്. വെരി സിമ്പിൾ. എന്താണ്? നമ്മൾ ജസ്റ്റ് ആ 2 പേരെ ഓൾറെഡി അല്ലെ p ആൾക്കാരെ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കി എത്ര n ഉണ്ട്, ബാക്കി എത്ര r ഉണ്ട് നോക്കിയിട്ട് അതിന്റെ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്താൽ. ഇനി നെക്സ്റ്റ് കേസ് ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന സെക്കൻഡ് കേസ് ഏതാണ്? വെൻ r പർട്ടിക്കുലർ things are always to be excluded. r particular things always exclude ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത സെയിം കേസ് നമ്മൾ എടുക്കാം. വീണ്ടും നമ്മൾ സെയിം കേസ് എടുക്കാം. 23 പേരുണ്ട്, 11 പേരെ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബുംറ എന്താണ്? ഇഞ്ചേർഡ് ആണെന്ന് വിചാരിക്കാം. സോ ബുംറ ഇഞ്ചേർഡ് ആണെങ്കിൽ ബുംറയിനെ എന്തായാലും നമുക്ക് മാച്ചിന് ഇറക്കാൻ പറ്റില്ല. സോ ബുംറ ഇഞ്ചേർഡ് ആണെങ്കിൽ 23-ൽ നിന്ന് 23 മൈനസ് 1 ഇത്ര ആൾക്കാരെ ബാക്കിയുള്ളൂ. പക്ഷെ നമ്മളുടെ ഇവിടെ ചേഞ്ച് വരുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ ബുംറയെ ഇൻക്ലൂഡ് ചെയ്യല്ല ചെയ്തത്, എക്സ്ക്ലൂഡ് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് 23 ഡിഫറെന്റ് കേസസിൽ നിന്ന് 11 ഡിഫറെന്റ് കേസസിന് പകരം 22 ഡിഫറെന്റ് കേസിൽ നിന്ന് 11 ഡിഫറെന്റ് കേസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് ടേംസ് ആയിട്ട് പറയുന്നത്? ജനറലൈസ് ചെയ്ത് പറയുന്നത് n ഡിഫറെന്റ് തിങ്സിൽ നിന്ന് r കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാണ്. പക്ഷെ ഇവിടെ p ഡിഫറെന്റ് തിങ്സ് റിമൂവ് ചെയ്യണം. p ഡിഫറെന്റ് തിങ്സ് നമ്മൾ എന്തായാലും എടുക്കുന്നില്ല. ദാറ്റ് ഈസ് n മൈനസ് p c r. ആ 2 കേസസ് ആണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഡിഫറെന്റ് തിങ്സ് ടേക്കൺ r at a time when p particular things are always to be included is n minus p c r minus p. When p particular things are always to be excluded is n minus p c. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിന്റെ ബേസിക് തിയറി. നമുക്ക് അത് ബേസ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്സും മറ്റു കാര്യങ്ങളൊക്കെ പാരലലി വരുന്നുണ്ട്. സോ നമുക്ക് പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് നമ്മുടെ പ്രോബ്ലംസ്? So if a denotes the number of permutations of x plus 2 things taken all at a time. അപ്പൊ നമുക്ക് ഇവിടെ a b c, അതായത് a എന്ന് പറഞ്ഞാൽ ഇന്നൊരു കേസ് ആണ്, ആൻഡ് b is the number of permutations of x things taken 11 at a time, and c is the number of permutations of x minus 11 things taken all at a time. അപ്പൊ x-ഉം y-യും a-യും b-യും c-യും എന്താണ്? x റിലേറ്റഡ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ a is equal to 182 into bc ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എയും ബിയും സിയും ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ a denotes permutation of x plus 2 things taken all at a time. So x plus 2 things എല്ലാ x plus 2 നമ്പേഴ്സിൽ നിന്ന് x plus 2 നമ്പേഴ്സ് നമ്മൾ പെർമ്യൂട്ട് ചെയ്തെടുക്കുകയാണ്. ദാറ്റ് ഈസ്
NPR that is equal to x plus 2 px plus 2 കാരണം all at a time ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ എലമെന്റ്സിനും നമ്മൾ എടുക്കുന്നുണ്ട് x plus 2 px plus 2. This is equal to x plus 2 factorial divided by x plus 2 minus x plus 2, that is 0 factorial. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് എഴുതാം, NPN ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ NPN is equal to x plus 2 factorial. So x plus 2 factorial by x plus 2 minus x plus 2, that is 0 factorial ആണ്. So NPN is equal to n factorial. So x plus 2 things നിന്ന് x plus 2 all taken at a time, things all taken at a time ആണെങ്കിൽ it is x plus 2 factorial. അപ്പോൾ A നമുക്ക് കിട്ടി. ഇനി നമുക്ക് B നോക്കാം. B is the number of permutation of x things taken 11 at a time. Very easy. എന്താണ്, x thingsൽ നിന്ന് 11 things എടുക്കുകയാണ്. അപ്പോൾ xp11, that is x factorial by minus 11 factorial. Okay. Sorry, yes, x minus 11 factorial. And next ഏതാണ്, next C ആണ് ഇനിയുള്ളത്. C is the number of permutation of x minus 11 things taken all at a time. So C is equal to x minus 11 things taken all at a time എന്ന് പറഞ്ഞാൽ x minus 11 factorial. So this is C. നമുക്ക് A കിട്ടിയിട്ടുണ്ട്, B കിട്ടിയിട്ടുണ്ട്, C കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, A is equal to 182 into BC ആണ്. Okay. Thus A is equal to 182 into BC ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് x plus 2 factorial ആണ്. x plus 2 factorial is equal to 182 into B into C. B is x factorial by x minus 11 factorial into C is x minus 11 factorial. Okay. So ഇതിൽ നമുക്ക് സിംപ്ലി ഫസ്റ്റ് തന്നെ x minus 11 factorial നമുക്ക് കട്ട് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് എന്താ കട്ട് ചെയ്യാൻ പറ്റുക, ഇവിടെ നമുക്ക് x plus 2 factorial, that is x plus 2 into x plus 1 into x into up to 1 വരെയുള്ള ടേംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് x factorial ഉണ്ട്, that is x into 1 വരെയുള്ള ടേംസ് ഈ സൈഡിലുണ്ട്. ഇവിടെ x plus 2 factorial ഉണ്ട്. അപ്പോൾ നമ്മൾ x factorial ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ x plus 2 factorial divided by x factorial, that is equal to 182. So x plus 2 factorial divided by x factorial എന്ന് പറഞ്ഞാൽ എന്താണ്, is x plus 2 into x plus 1. This will be x plus 2 into x plus 1, that is 182. x plus 2 into x plus 1 ആണ് 182. That means രണ്ട് നമ്പേഴ്സ് അല്ലേ, അതായത് x plus 1 x plus 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സിംപ്ലി രണ്ട് നമ്പേഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിയാൽ 10 into 11 നമുക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ആയിട്ട് സോൾവ് ചെയ്യാം, ഓർ എൽസ് 10 into 11 എത്രയാണ്, 110 ആണ്, 110. അപ്പോൾ അതിനേക്കാളും വലിയ നമ്പേഴ്സ് ആണ്. അപ്പോൾ 11 into 12 into 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 132 ആണ്. സോ ദിസ് ഇസ് 182. അപ്പോൾ നമ്മൾ സിംപ്ലി n into n plus 1 ആണ് ദസ്, n into n plus 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ, ഇതിന് തൊട്ട് താഴെയുള്ള സ്ക്വയർ ഏതാണ് നമുക്ക് ചെക്ക് ചെയ്താൽ സിംപ്ലി നമുക്ക് കണ്ടുപിടിക്കാം. ഇഫ് എവിടെ നമുക്ക് ഗിവൺ ആണ് x എന്നുള്ളത് എന്താണ്, ഒരു നാച്ചുറൽ നമ്പർ ആണ്, കാരണം x plus 1 ടേംസ് അല്ലെ x minus 11 നമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് താഴെയുള്ള സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13 square is 169 and 14 square is 194. So ഇതിന് ഇടയിലാണ് നമ്മുടെ വാല്യൂ വരുന്നത് 182. So this will be 13 into 14. ചെയ്ത് നോക്കാം, 14 into 13, 2 3 4 no, this is 4 and 1 into 1 1. So 281. Yes, 182 ആണ് 13 into 14. So the answer will be, this is 13, this is 14. So x plus 1 is equal to 13. X plus 1 is equal to 13. So x will be 12. So x will be 12. So നമ്മുടെ answer will be option B, 12. അപ്പോൾ നമുക്ക് 13 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയി മാർക്ക് ചെയ്യരുത്. x plus 1 ആണ് നമ്മൾ 13 എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സിംപ്ലി ഡയറക്റ്റ്ലി ഇവിടെ ഇത് ഓപ്പൺ ചെയ്തിട്ട് x square plus 3x plus 2 is equal to 182 എന്നിട്ട് നമ്മൾ മൈനസ് ചെയ്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് b plus 1 minus root b square minus 4ac വെച്ച് സോൾവ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ്ലി നമുക്ക് സിമ്പിൾ നമ്പേഴ്സ് ആണെങ്കിൽ, ഇത് ഡയറക്റ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് അറിയാമെങ്കിൽ, നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് അറിയാമെങ്കിൽ, നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഏത് സ്ക്വയറിന് നിയർ ബൈ ആണ്, 13 സ്ക്വയറിനും 14 സ്ക്വയറിനാണ് ഇത് ഇടയിലുള്ള. അപ്പോൾ 13 into 13ഉം 14 into 14ന്റെയും ഇടയിലുള്ള നമ്പറാണിത്. ദാറ്റ് മീൻസ് 13 into 14 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് യൂസ് ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സ്പീഡ് ആവുന്നതാണ്. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് പ്രോബ്ലം. മറ്റൊരു പ്രോബ്ലം നോക്കാം. ഹൗ മെനി 4-letter വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം എ ലെറ്റർ ഓഫ് ദ വേർഡ് ആൻസർ. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്,
SWER. അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആരുമില്ല, എ ഒരാളേ ഉള്ളൂ, NSWER. അപ്പോൾ 6 പേര് 1 2 3 4 5 6. അപ്പോൾ നമ്മളുടെ n is equal to number of elements is 6. അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? How many 4-letter words can be formed? അപ്പോൾ നമുക്ക് 4-letter words ഫോം ചെയ്യണം. അപ്പം 6 നമ്പേഴ്സിൽ നിന്ന് 4-letter words ഫോം ചെയ്യണം. എത്ര നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് 6 രീതിയിൽ ഫിൽ ഇൻ ചെയ്യാൻ പറ്റും അല്ലേ? ഇതിൽ നിന്ന് 6 പേരിൽ ഒരാളെ സെലക്ട് ചെയ്യാം. സെക്കൻഡ് പൊസിഷനിൽ 5, തേർഡ് പൊസിഷനിൽ 4, ഫോർത്ത് പൊസിഷനിൽ 3. ദാറ്റ് ഈസ് 3 into 6 18 into 4 into 5 20. That is 360. Yes. അപ്പോൾ ഇത് സിംപ്ലി പെർമ്യൂട്ടേഷൻ ആണ്. എങ്ങനെയാണ് നമ്മുടെ ഇവിടെ പെർമ്യൂട്ടേഷൻ ചെയ്യുക? 6 നമ്പർ ഓഫ് എലമെന്റ്സിൽ നിന്ന് 4 എലമെന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 6p4. That will be 6p4 is equal to 6 factorial by 6 minus 4 factorial. അപ്പോൾ വളരെ വലിയ നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. 6 factorial by 2 factorial. That is 6 5 4 3 2 1 by 2 1. So 2 1 2 1 കട്ട് ചെയ്താൽ 3 into 4 into 5 into 6. That is 360. 18 and 20. Yes, 36 0. 360 ഡിഫറെൻറ്റ് വേസിലാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. സോ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. സോ എത്ര ലെറ്റേഴ്സ് ഫോം ചെയ്യാൻ പറ്റും നോക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഹൗ മെനി ഓഫ് ദീസ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ വവൽ. അപ്പോൾ ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കേസാണ്. അപ്പോൾ വവൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര കേസസ് ഉണ്ട്? അപ്പോൾ ഒന്ന് നമ്മൾ നോക്കിയാൽ ANSWER ഇതാണ് നമ്മളുടെ ഗിവൺ ആയിട്ടുള്ള സെറ്റ്. 6 പേരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വവൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഡിഫറെൻറ്റ് കേസസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് നമ്മൾ എ സെലക്ട് ചെയ്യുന്നു. എ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 5 പേരാണ് ബാക്കിയുള്ളത്. അതായത് 6 പേരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ 6ൽ നിന്ന് 4 സെലക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? എനെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ 6ൽ നിന്ന് 4 സെലക്ട് ചെയ്യുന്നതിന് പകരം 5ൽ നിന്ന് 3 സെലക്ട് ചെയ്താൽ മതി. That is 5p3. That is 5 factorial by 5 minus 3, 2 factorial. That is equal to 5 into 4 into 3 into 2 into 1 by 1 into 2. So 5 into 4 into 3. That is 20, 60 different cases ആണ് എ സ്റ്റാർട്ടിംഗ് ആയിട്ട് പോസിബിൾ ആണ്. നമ്മളോട് വവൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു സെക്കൻഡ് കേസും കൂടി ഉണ്ട്. സെക്കൻഡ് കേസസ് ഇ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കേസസ് ഏതൊക്കെ ആയിരിക്കും? ഇ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെയിം എന്താണ്? ഇ നമ്മൾ ആദ്യം എടുത്തു, വീണ്ടും 60 കേസ് നമുക്ക് വരുന്നതായിരിക്കും. ദാറ്റ് ഇസ് 120 കേസ് നമുക്ക് ഇൻ ടോട്ടൽ വരുന്നതായിരിക്കും. ഇനി നമുക്കിത് ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലും കൂടെ നമുക്ക് ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ നോക്കിയാൽ 4 പൊസിഷൻസ് ആണ് നമുക്ക് ഫിൽ ഇൻ ചെയ്യാനുള്ളത്. 4 പൊസിഷൻസ്. അതിൽ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് 2 രീതിയിലേ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? എയോ ഇയോ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബാക്കി 5 പേരുണ്ട്. നമ്മൾ 6 പേരിൽ നിന്ന് എ ഓർ ഇ അതിൽ 2 പേര് 2 രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇൻറ്റു 5 രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്യാം, 4 രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്യാം, 3 രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 4 into 5 20 into 2 40, 40 into 3 120 കേസസ്. ദാറ്റ് ഈസ് നമ്മൾ ഈ 60 എന്നുള്ള കേസസ് ഒന്നിച്ചെടുക്കുന്ന കേസാണ് നമ്മുടെ ലാസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ ഇൻ കേസ് ഇന്ന ആൾക്കാരെ ആദ്യമേ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത്. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് വൺ. മറ്റൊരു പ്രോബ്ലം കൂടെ നോക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് there are 10 points in a row. അതായത് നമുക്ക് ഒരു വരിയിൽ 10 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10. സോ 10 ഡിഫറെൻറ്റ് പോയിന്റ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ആൻഡ് ഇൻ ഹൗ മെനി വേസ് ക്യാൻ 4 പോയിന്റ്സ് ബി സെലക്റ്റഡ്? അപ്പം ഇവിടെ നിന്ന് 4 പോയിന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പം നമ്മൾ സിംപ്ലി 4 പോയിന്റ്സ് സെലക്ട് ചെയ്യാൻ വിചാരിക്കാം. അപ്പം 10C4 ആയിരിക്കും. 10 ആൾക്കാരിൽ നിന്ന് 4 ആൾക്കാരെ റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യുന്നു. പക്ഷേ such that no 2 of them are consecutive. എന്താണ്? ഇവിടെ നമ്മൾ എടുക്കുന്ന ആൾക്കാർ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരരുത്. അപ്പോൾ നമ്മൾ 1നെ സെലക്ട് ചെയ്താൽ പോയിന്റ് 1നെ സെലക്ട് ചെയ്താൽ പോയിന്റ് 2 സെലക്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്താ സിംപ്ലി ആലോചിക്കുക, 10 ഡിഫറെൻറ്റ് ചെയേഴ്സ് ഉണ്ട്. അപ്പോൾ 4 പേര് ഈ ചെയേഴ്സിൽ ഇരിക്കാൻ വരികയാണ്. ഈ 4 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുവിടാം. അതായത് 4 പേർക്കും എന്താണ്? അടുത്തടുത്ത് ഇരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾ ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ വന്നിരുന്നാൽ എന്താ സംഭവിക്കുക? അടുത്ത ആൾക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി ഇവിടെ ഒരാൾ ഇരിക്കുന്ന സമയത്ത് അടുത്ത ആൾക്ക് ഇവിടെ ഏത് പൊസിഷനിൽ ഇരിക്കാം? ഈ ഒരു പൊസിഷൻ പറ്റില്ല. ഇയാൾ ഇവിടെയാണ് ഇരിക്കുന്നത് വിചാരിക്കാം, മൂന്നാമത്തെ ആൾ. സോ ഈ 2 പൊസിഷൻസും അടുത്ത ആൾക്ക് പറ്റില്ല. മേ ബി ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും പറ്റുന്നത്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സെറ്റാണ് നമ്മൾ ഫോം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നേരെ
ഒരു റിവേഴ്സ് ഫോർമാറ്റിൽ നമുക്കിത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിവിടെ റിവേഴ്സ് ആയിട്ട് സോൾവ് ചെയ്യുക? നമ്മളിവിടെ 10 കേസസിൽ നിന്ന് 4 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. 4 പോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. 4 പൊസിഷൻസ് സെലക്ട് ചെയ്യണം. പക്ഷെ അവിടെ 4 പൊസിഷൻ സെലക്ട് ചെയ്താൽ 6 പൊസിഷൻസ് ബാക്കി വരും. 1, 2, 3, 4, 5, 6 6 പൊസിഷൻസ് ബാക്കി വരുന്നതായിരിക്കും. ഇവിടെ 6 പൊസിഷൻസ് ബാക്കി വരുന്നുണ്ടെങ്കിൽ നമ്മളുള്ള 4 സെറ്റ്സ് നമ്മൾ എടുക്കുന്ന 4 സെറ്റ്സ് എന്തായിരിക്കും? ഇതിനിടയിലായിരിക്കും. യെസ്, നമ്മൾ ഈ 6 പൊസിഷൻസ് 1, 2, 3, 4, 5, 6 6 പൊസിഷൻസ് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ 4 പൊസിഷൻസ് 1, 2, 3, 5, 6 6 സെറ്റ് നമ്മൾ ആദ്യം 4 പേരെ സെലക്ട് ചെയ്ത് ബാക്കിയുള്ള 6 പേരെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബാക്കി 4 പേരെ നമ്മൾ എവിടെ ഫില്ലിൻ ചെയ്യുക? നമ്മൾ ഈ ഗ്യാപ്സിലായിരിക്കും ഫില്ലിൻ ചെയ്യുന്നത്. 1, 3, 4, 5, 6, 7 അതായത് ഏത് എഡ്ജിലും നമുക്ക് വരാം. അതായത് 6 പേരെ നമ്മൾ 4 പേരെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പകരം 6 പേരെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന പോലെ നമ്മൾ എടുത്തു. നേരെ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ 6 പേരെ നമ്മൾ എടുത്തു. 6 പേരെ എടുക്കുകയാണെങ്കിൽ 7 പൊസിഷനാണ് നമുക്കിനി ഇവിടെ ഉള്ളത്. 7 പൊസിഷനിൽ നമ്മൾ ഈ 4 പേരെ നമുക്ക് ബാക്കിയുള്ള 4 സീറ്റുകൾ ഈ 4 സീറ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം? കൊണ്ടുപോയിട്ട് ഫില്ലിൻ ചെയ്യണം. അപ്പോൾ ഈ 4 സീറ്റുകൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7 പൊസിഷൻസ് ഫില്ല് ചെയ്യാം. സോ ദാറ്റ് അവരെന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും അടുത്ത് വരുന്നില്ല. കാരണം ബാക്കി 6 പേരെ നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 സ്ഥലങ്ങളിലേക്ക് 4 പേരെ അറേഞ്ച് ചെയ്യും. നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? യെസ്. സോ സെയിം പോയിന്റ്സ് ആണ് 10 പോയിന്റ്സ് ഇൻ എ റോ. സെയിം പോയിന്റ്സ് ആണ്, ദാറ്റ് ഈസ് 7C4 ആയിരിക്കും. 7 പൊസിഷൻസ് ഉണ്ട്. അതിൽ 4 പൊസിഷൻ നമ്മൾ പിക്ക് ചെയ്യുന്നു. ഈ ബാക്കിയുള്ള നമുക്ക് എടുക്കേണ്ട 4 സീറ്റ്സ് നമുക്ക് കോൺസിക്യൂട്ടീവ് അല്ലാതെ ഇരിക്കേണ്ട 4 സീറ്റുകൾ നമ്മൾ കൊണ്ടുപോയി വെക്കാൻ 7 പേരിൽ നിന്ന് സെലക്ട് ചെയ്യും. ദാറ്റ് ഈസ് 7C4. സോ 7C4 is equal to 7 factorial by 4 factorial into 7 minus 4 factorial. That is equal to 7 factorial by 4 factorial into 3 factorial. അപ്പോൾ 7 factorial by 4 factorial എന്ന് പറഞ്ഞാൽ 7, 6, 5 ആണ്. 4 factorial താഴേക്കുള്ളതൊക്കെ 4 factorial കട്ടാവും. ബാക്കി 3 factorial 1, 2, 3. That is equal to 2 into 3 6, 5 into 7 35 ഡിഫറെൻറ്റ് വേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? 10 പോയിന്റ്സിൽ നിന്ന് 4 ആൾക്കാരെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. സോ ദാറ്റ് അവർ കോൺസിക്യൂട്ടീവ് അല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 4 പേരെ സെലക്ട് ചെയ്യുന്നതിന് പകരം 6 പേരെ എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചു. അതിലുള്ള ഗ്യാപ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ഫില്ലിൻ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡിഫറെൻറ്റ് കേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചാലോചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? 6 പേരെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്സിൽ ഫില്ലിൻ ചെയ്ത് പോകും.